ഇഡ്ഡലി, ചോറ്, ചപ്പാത്തി, പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. സോയ ചങ്ക്സ് 3 കപ്പ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് അടച്ചു വെക്കണം. ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ലപോലെ വെള്ളം കളഞ്ഞൊന്ന് നമുക്ക് കഴുകിയിട്ട് പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരപ്പിന് വേണ്ട സാധനങ്ങളാണ് 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 7-8 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി 2 ഇഞ്ച് വലുപ്പത്തിലുള്ളത് ഒരു 2 കഷ്ണം എടുക്കാം. നമുക്ക് കറുവപ്പട്ട ഒരു 3-4 പീസ്, ഗ്രാമ്പു 5 പീസ്, ഏലയ്ക്ക 3 എണ്ണം, 2 ടേബിൾ സ്പൂൺ മല്ലി, 4 വലിയ പഴുത്ത നാടൻ തക്കാളി, 2 വല്യുള്ളി അരിഞ്ഞത്. നമുക്ക് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാൻ കാഷ്യൂ നട്ട് ഒരു 10 പീസും പിന്നെ കാശ്മീരി ചില്ലി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന്. ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂ നട്ട് ഇല്ലെങ്കിൽ കപ്പലണ്ടി വറുത്തതാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനാണ് പോണത്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ഈ മുളകും കാഷ്യൂനട്ടും മല്ലിയും കൂടെ ജാറിലിട്ട് നമുക്ക് ആദ്യം ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി, തക്കാളി, ഇഞ്ചി, കറുവപ്പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ നമുക്ക് പിന്നെ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം. എന്നിട്ട് ചീൻചട്ടിയിൽ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് അടുക്കി പിടിക്കാതെ കരിയാതെ നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നിട വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് മഞ്ഞപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സോയാ ചങ്ക്സ് അരച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടെ വഴറ്റിയിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സോയാ കീമ റെഡിയാണ്.